അത്താഴമൊക്കെ ഉണ്ട് കിടക്കാനൊരുങ്ങിയ സമയമാണ്. പക്ഷെ നല്ല രീതിയിൽ പാട്ടൊക്കെ കേട്ടപ്പോൾ വീട്ടിൽ ഇരിക്കാൻ പറ്റണില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കൈകൊട്ടി മത്സരമുണ്ട്. കൈകൊട്ടിക്കളി മത്സരം ഞങ്ങൾ പോണില്ല എന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ ഒരു സമയമായപ്പോഴത്തേക്ക് നമുക്ക് ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് വൈദ്യുവിനെ അമ്മയെ എടുത്ത് സെറ്റാക്കി ഞാനും അണ്ണും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പകുതി പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ കുറച്ച് ടീമേ ഉള്ളൂ. റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് അവരും കയറി. നല്ല ഭംഗിയുണ്ട്. പെൺപിള്ളേരോടൊപ്പം കളിച്ചിരിക്കുന്ന ആൺപിള്ളേരും ആ കുഞ്ഞു മോനൊക്കെ ഇല്ലേ, എന്ത് ഭംഗിയായിട്ട് അവരൊക്കെ കളിച്ച്. ഒന്ന് രണ്ട് പ്രോഗ്രാം കണ്ടിട്ട് തിരിച്ചു വരാൻ നിന്ന് ഞങ്ങൾ ബാക്കി 4 ടീമിൻ്റെ കളി കണ്ടിട്ടാന്നേ വന്നേ. അവിടെ അടുത്തുള്ളൊരു ടീമിലും ഉണ്ടായിരുന്നേ. അതിലെൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനിയത്തിയുണ്ട്. അവൾ കളിച്ചൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ട് അവരും കളിച്ച്, നല്ല വെറൈറ്റി കോസ്റ്റ്യൂം, എല്ലാവർക്കും എൻ്റെ എനർജിക്ക് അവർ കളിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നേ. അടുത്ത ടീം നല്ല രസമുണ്ടായിരുന്നു. അവരുടെ കോസ്റ്റ്യൂം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവർ മുല്ലപ്പ് വെച്ചിട്ടാണ് കളിച്ചത്. അതിൻ്റെ മണം ഉറങ്ങിയിരുന്ന ആൾക്കാർ വരെ അങ്ങ് ഉണർന്നെന്നുള്ളത്. നല്ല മണമായിരുന്നേ. അപ്പോൾ പിന്നെ അവസാനമായിട്ട് കളിച്ചത് കുറേ കുഞ്ഞു മക്കളായിരുന്നു. അവർ നല്ല അടിപൊളിയായിട്ട് വലിയ വട്ടമായിട്ട് കളിച്ചത്. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിഞ്ഞ് പോയിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കേട്ടില്ല. പക്ഷെ കളിച്ചവരെല്ലാവരും നല്ല മിടുക്കി